നമ്മളിപ്പോഴേ മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഇപ്പൊ എല്ലാ കുട്ടികൾക്കും ഒരു ടഫ് ഉള്ള പോലെ ആയിട്ടാണ് അവർ പറയാറ്. എന്തുകൊണ്ടായിരിക്കും ഇപ്പൊ അങ്ങനെ എല്ലാവർക്കും ഇപ്പൊ ടഫ് ആവുന്നത്? പൊതുവേ നമ്മളങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്, രക്ഷിതാക്കളാണെങ്കിലും കുട്ടികളാണെങ്കിലും ബാക്കിയുള്ളതിലൊക്കെ മാർക്ക് ഉണ്ടെങ്കിലും മാത്സിൽ കുറവാണെന്നുള്ളത്. എനിക്ക് തോന്നുന്നത് പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങളാണ്. ഒന്ന് ജനറ്റിക്കലാണ്, അതായത് ജന്മന ചിലർക്ക് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ഉണ്ടാവും. അവർക്ക് സംബന്ധിച്ചിടത്തോളം ഇത് പ്രശ്നമല്ല, അവർ പെട്ടെന്ന് മനസ്സിലാക്കും, അവർക്ക് അതിൻ്റെതായ ആശയങ്ങൾ പെട്ടെന്ന് കിട്ടും. പക്ഷെ അങ്ങനെ അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പരിധി വരെ നമ്മുടെ സിസ്റ്റത്തിന്റെ കൂടി ഒരു പ്രശ്നമാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചു വന്നൊരു രീതിയുണ്ട്, നമ്മൾ ക്ലാസ് റൂമിൽ പഠിച്ച രീതിയല്ല മാത്സ് നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ 90-ൽ നിന്നും 23 കുറക്കാൻ പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്നത്, അല്ലെങ്കിൽ 100-ൽ നിന്നും 23 കുറക്കാൻ പറഞ്ഞാൽ 100 എന്ന് മുകളിൽ എഴുതും, 23 താഴെ എഴുതും. ഇങ്ങോട്ട് 0-ൽ നിന്ന് കുറക്കാൻ പറ്റൂല, കടമെടുത്തിട്ടുള്ള രീതിയാണ്. പക്ഷെ ഇതേ സംഭവം നമ്മൾ ഡെയിലി ലൈഫിൽ വരുമ്പോൾ ഒരു കടക്കാരൻ എങ്ങനെയാണ് ബാക്കി കൊടുക്കുക, ഒരു ബസ് കണ്ടക്ടർ എങ്ങനെയാണ് ബാക്കി കൊടുക്കുക? ഇപ്പൊ നമ്മൾ പെരിന്തൽമണ്ണക്ക് പോവാണ്, 23 രൂപയാണ് ടിക്കറ്റ്, നമ്മൾ 100 രൂപ കൊടുത്തു. കണ്ടക്ടർ ഇത് കണക്ക് കൂട്ടും, കണ്ടക്ടർ കാൽക്കുലേറ്റർ എടുക്കും, അയാൾ കട എടുക്കും, അയാളൊന്നും ചെയ്യൂല. അയാൾ എന്താ ചെയ്യുക? 23-ൽ കൂടെ എത്ര കൂട്ടിയാലാണ് 100 ആവുക? ആ രീതിയിലുള്ള പഠനമാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്. ഗുണനാണെങ്കിലും അങ്ങനെ, ഗുണനാണെങ്കിൽ 15x5 നമ്മൾ എഴുതി ഗുണിക്കും. ശരിക്ക് നമ്മൾ അങ്ങനെയാണ് ഗുണിക്കുക ഒരു ഡെയിലി ലൈഫിൽ. 10x5 5x5 രണ്ടും കൂടി കൂട്ടുന്നു. ഇനി ഹരണാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ്സിൽ കുട്ടികളോട് ചോദിച്ചു, 1 കിലോ തക്കാളിക്ക് 30 രൂപയാണ്, 1.5 കിലോ തക്കാളിക്ക് എത്രയെന്ന് ചോദിക്കുമ്പോൾ കടയിൽ പോകുന്ന ആൺകുട്ടികൾക്ക് ഇത് പെട്ടെന്ന് കിട്ടുന്നുണ്ട്. പക്ഷെ പല പെൺകുട്ടികൾ വീട്ടിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടി നിൽക്കുന്ന ടൈപ്പ് പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് ഇത് കിട്ടുന്നില്ല. കാരണം 1.5 എന്നുള്ള കൺസെപ്റ്റ് അവർ പല രീതിയിലാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ ആത്യന്തികമായിട്ട് ഒന്നും അതിന്റെ പകുതിയും എന്ന് മനസ്സിലാക്കിയാൽ മതി, അല്ലെങ്കിൽ കാൽഭാഗം എന്ന് പറഞ്ഞാൽ പകുതിയുടെ പകുതി എന്ന് മനസ്സിലാക്കിയാൽ മതി. ആ രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ഒരു മെത്തേഡ്, മാത്സിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളൊരു രീതി, ആ ഒരു ചിന്തിക്കുന്ന രീതിയാണ് ഇവിടെ നമ്മൾ മാറ്റേണ്ടത്. എനിക്ക് തോന്നുന്നു പുതിയ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ആ രീതിയിലാണ് മാറ്റം പ്രതീക്ഷിക്കാം എന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ടും പഠിഞ്ഞിട്ടില്ലെങ്കിലോ? എന്നിട്ടും പഠിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാല്ല.